നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലുവയിൽ 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായത്. കുഞ്ഞിനെ പിതാവിൻ്റെ സഹോദരിൽ നിന്നും കുഞ്ഞ് നേരിട്ടത് അതിക്രൂരമായ പീഡനമെന്നാണ് വിവരം. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവും രക്തസ്രാവവും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് മൊഴി നൽകി. മരിക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസവും കുട്ടി പീഡനത്തിന് ഇരയായി. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയായെന്ന് റിപ്പോർട്ടുകളുണ്ട്. മകളെ രക്ഷിക്കാനാണ് താൻ പുഴയിലെറിഞ്ഞതെന്നാണ് അമ്മ ആദ്യം കൊടുത്ത മൊഴി. അങ്ങനെയെങ്കിൽ അവർക്ക് പീഡനം അറിയാമായിരുന്നതിൻ്റെ സൂചനയാണോ ഇതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ അച്ഛൻ്റെ അനുജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് റൂറൽ എസ്.പി. ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിൻ്റെ മൊഴി പ്രകാരം നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ടിൻ്റെ സെക്ഷനിൽ ഒരു 0 FIR ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പുത്തൻഗ്രേസ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞ് 2 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മയെ ചോദ്യം ചെയ്യാൻ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. ഉച്ചയ്ക്ക് ശേഷം പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. കുട്ടിയുടെ അടുത്ത ബന്ധുക്കളുടെ മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോക്സോ കേസ് പുത്തൻകുരിശ് പോലീസിനാണ് കൈമാറിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഈ ഒരു കുഞ്ഞിൻ്റെ ഈ 3.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നാലെ നടുക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കാരണം ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ അമ്മയിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അച്ഛൻ്റെ സഹോദരിൽ നിന്നും ലൈംഗികമായ ചൂഷണത്തിന്, അതും 2 വയസ്സ് മുതൽ ഇരയായി. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി. ഇത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണോ ഇത് സംബന്ധിച്ചുള്ള സൂചന ലഭിച്ചത്, അതോ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിന് നേരത്തെ തന്നെ ലഭ്യമായിരുന്നോ? എന്താണ് ഈ കേസിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന വിവരങ്ങൾ? അമ്മയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് ബുദ്ധിയിൽ ഇങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു എന്ന് ഡിവൈഎസ്പി പറയുന്നുണ്ട്. ഡിവൈഎസ്പി TR രാജേഷ് ഓഫ് ദ റെക്കോർഡിൽ നമ്മളോട് അത്തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പോലീസ് അതിൽ കൃത്യമായ എവിഡൻറ്റോടുകൂടി മുന്നോട്ട് ഒരു നീക്കം തുടങ്ങിയത് എന്ന് വേണം പറയാൻ. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത് വരെ പോലീസ് ഒന്ന് വെയിറ്റ് ചെയ്തു. ഇന്നാണ് അമ്മയുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. പക്ഷേ ഈ 2 ദിവസം പോലീസ് ഒന്ന് വെയിറ്റ് ചെയ്തത് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താനാകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം നേരത്തെ തന്നെ ഈ അമ്മ വ്യക്തത ഒന്നും വരുത്തുന്നില്ല. കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാകുന്നില്ല എന്ന് SP നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. നേരത്തെ തന്നെ റൂറൽ SP M ഹേമലത ഇതിൽ ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷമേ ഈ കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയുള്ളൂ. അതിന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതേസമയം ഈ 2 ദിവസം എടുത്തത് ഈ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ. കാരണം ഈ അമ്മയെ ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ പോലീസിനോട് ആദ്യം ഈ അമ്മ നൽകിയ മൊഴികളിൽ ഒന്ന് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നാണ്. അങ്ങനെയെങ്കിൽ അമ്മയ്ക്കിത് നേരത്തെ അറിയാമായിരിക്കണം. മാത്രമല്ല ഇതോടൊപ്പം അറിയേണ്ട മറ്റൊരു കാര്യം, ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരന് ഈ കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? എന്തെങ്കിലും ഈ കൊലക്കേസിൽ ഏതെങ്കിലും ബന്ധമുണ്ടോ? നിലവിൽ പോലീസ് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ടും ഈ പ്രതിക്ക് അറിവുള്ളതാണോ, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് അറിവുള്ളതാണോ എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരങ്ങൾ.
അമ്മ പോലീസിനോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുഴയിൽ എറിഞ്ഞത് എന്ന് പറയുമ്പോഴും അതിനെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരം പീഡനം ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്ര രൂക്ഷമായ മുറിവുകൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടായിരുന്നു. ഇന്നർ ഓർഗൻസിൽ വരെ ആ മുറിവുണ്ടായിരുന്നു. യൂറിനറി ബ്ലാഡർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ രക്തസ്രാവം ഉണ്ടായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് അതിനെ വിധേയയാക്കിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുമ്പോഴും ഒരമ്മയ്ക്ക് അത് കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിനെ കുളിപ്പിക്കുകയും ഒരുക്കുകയും അതിനെ എല്ലാ തരത്തിലും ഗ്രൂം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് അത് അറിയാമായിരിക്കണം. അതിനെതിരെ അമ്മ ഒരുപക്ഷെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് അത്തരം ഡിസ്കഷൻസ് ആ വീട്ടിൽ ഉണ്ടായിരുന്നിരിക്കാം. അതായിരിക്കാം ഒരുപക്ഷെ നേരത്തെ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് പോലീസ് നമ്മളോട് പറഞ്ഞു ഈ അമ്മ വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിലാണ്. ഈ 2 കുഞ്ഞുങ്ങൾ അവരുടേതും അമ്മ പുറത്തുള്ള ആരോ ഒരാൾ എന്നുള്ള നിലയിലാണ് ഭർത്തൃ വീട്ടുകാർ പെരുമാറുന്നത്. അത് അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെടുത്തൽ ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാക്കാം. ഭർത്തൃ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരു സാഹചര്യം ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് ഇത്തരം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നതിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നിരിക്കാം. ഒടുവിൽ ഒരുപക്ഷെ ഞാൻ ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല. അമ്മ ചെയ്തത് കൊലപാതക കുറ്റം തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ കൊലപാതകത്തിനുണ്ടായ മോട്ടീവ് എന്നുള്ള നിലയിലേക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാമെന്നാണ് അനുമാനം. അതെന്തായാലും ഉച്ചയ്ക്ക് ശേഷം അമ്മയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷമേ അത്തരം കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരും. തീർച്ചയായും ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ അമ്മയെ ചോദ്യം ചെയ്താൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരും. അതായത് അമ്മയ്ക്ക് നേരത്തെ തന്നെ ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്ക് നേരത്തെ തന്നെ കുഞ്ഞിനെ ഈ പിതാവിൻ്റെ സഹോദരൻ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ? അത് എന്തിനായിരിക്കാം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ നേരത്തെ വ്യക്തമായ മറുപടി ഈ അമ്മ നൽകിയിരുന്നില്ല. ഇനിയുള്ള ചോദ്യം, എത്ര ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്? പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും? ടോം, 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് എത്ര ദിവസം കോടതി അനുവദിക്കുമെന്നതാണ് അറിയേണ്ടത്. ഇതിൽ ഏതാണ്ട് 3 മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ്, ഈ അപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും 3 മണിക്കായിരിക്കാം ഇവരെ ഇവിടേക്ക് എത്തിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. ഈ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലേക്കായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഇതൊരു പോക്സോ കേസും ആണ് എന്ന് തന്നെ പോലീസ് അത് ഉറപ്പിച്ചതിന് ശേഷം വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് അമ്മയെ പോലീസിനെ ചോദ്യം ചെയ്യാനും മറ്റുമായിട്ട് സാധിച്ചിരുന്നുള്ളൂ എന്നതാണ്. ഈ കേസിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് കൂടുതലായൊന്നും അതിലേക്ക് പോകുവാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുൻപ് തന്നെ ചോദ്യം ചെയ്യേണ്ടി ഇതിൽ കൃത്യമായ രീതിയിൽ ഇവർക്ക് ഇത് ഇങ്ങനെയൊരു പീഡനം നടന്നിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിച്ചു. ഇനി അറിയേണ്ടത് ഈ കേസ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്, ഇത് ആർക്കെല്ലാം അറിയാമായിരുന്നു, ഈ കൊലപാതകത്തിനടക്കം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊല്ലുന്നതിനടക്കം ഇത് കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുമാത്രവുമല്ല ഈ ചെയ്തയാൾ ഇയാൾക്ക് എന്താണ് ഇതിൽ ഈ കൊലപാതകത്തിലടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നിരവധിയായ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യങ്ങളാണ്. അത് ഇവരെ കസ്റ്റഡിയിൽ കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് മുറയ്ക്ക് ചോദ്യം ചെയ്തതും കാര്യങ്ങളും എല്ലാം തന്നെയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണമായ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും ഈ കേസ് ഇതിൻ്റെ കൃത്യമായ കാരണങ്ങൾ അറിയാതെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു പൂർണ്ണമായ ഒരു വ്യക്തതയിലേക്ക് വരാതെ തന്നെയാണ് നിൽക്കുന്നത്. അത് കൊലപാതകത്തിൻ്റെ കാര്യത്തിലാണ്, കുട്ടിയെ പുഴയിൽ എറിഞ്ഞതിൻ്റെ കാര്യത്തിലടക്കമാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം ഈ ഒരു പീഡന സംഭവമായ കാര്യങ്ങളിൽ അമ്മയ്ക്ക് എന്തുമാത്രം അറിയാമായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയെ കൃത്യമായ രീതിയിൽ തന്നെ പരിപാലിക്കുന്നവർ, അവരെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കുന്നവർക്ക് ഇത്രയും വളരെ ഒരു മൃഗീയമായിട്ട് തന്നെ തൻ്റെ കുഞ്ഞ് ആക്രമിക്കപ്പെടുന്നു എന്നൊരു വസ്തുത അറിയാതെ പോയതെന്തേ എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ടോം, തീർച്ചയായും
ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ പലപ്പോഴും കുടുംബത്തിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് പ്രതി ഈ സഹോദരൻ ഈ ബന്ധു മുതലെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം, വഴക്കം മൂലം അമ്മ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അമ്മയുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വഴക്കുകളൊക്കെ വീട്ടിൽ പതിവായിരുന്നു. എന്നാൽ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഇല്ല എന്ന് ഭർത്താവ് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഇതുപോലെ സ്വന്തം കുഞ്ഞ് ഭർത്തൃ വീട്ടിൽ ഇതുപോലെ നരകയാതന അനുഭവിക്കുമ്പോൾ, ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുമ്പോൾ അമ്മ സ്വാഭാവികമായി മാനസികമായി തകർന്നിരിക്കണം. എന്തായാലും അതേക്കുറിച്ചൊക്കെ വിശദമായി ഈ അമ്മയെ, യുവതിയെ ചോദ്യം ചെയ്താലായിരിക്കും വിവരങ്ങൾ പുറത്തു വരിക. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. ആജ്ഞ, ഈ അമ്മയ്ക്ക് നേരത്തെ തന്നെ ഇതേക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കണം. കാരണം നിലവിലുള്ള സാഹചര്യങ്ങളും ഈ കൊലപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഈ കാര്യത്തെക്കുറിച്ച് ഈ കുഞ്ഞിൻ്റെ അമ്മ ബന്ധുക്കളോട്, ഭർത്താവിനോട് അല്ലെങ്കിൽ ബന്ധുക്കളോടൊന്നും ഈ കുഞ്ഞ് ഭർത്തൃ വീട്ടിൽ ഈ ചൂഷണത്തിന് ഇരയാകുന്ന കാര്യം മറ്റാരോടും പങ്കുവെച്ചിരുന്നില്ലേ? ടോം, ആ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. കാരണം ഇത്തരത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ അത്ര ഒരു നല്ല ബന്ധമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയല്ല, ഈ ഭർത്താവ് മദ്യപിച്ചിട്ട് ഈ സ്ത്രീയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്ന് ചില സാഹചര്യങ്ങളൊക്കെ, അങ്ങനത്തെ ചില വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടല്ലോ. ഗാർഹിക പീഡനമായിരുന്നു എന്ന് ഈ മാതാവിൻ്റെ അമ്മയും ഫാമിലിയും കുടുംബവും ഒക്കെ ആരോപിക്കുന്നുമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി ഈ കണക്കിലെടുക്കുമ്പോൾ അമ്മ മിക്കവാറും അവരുടെ വീട്ടിലായിരുന്നു. മാത്രമല്ല, ഈ വീടുകൾ തമ്മിൽ, ഈ കുഞ്ഞിൻ്റെയും ഈ പ്രതിയുടെയും പോക്സോ പ്രതിയുടെയും വീടുകൾ തമ്മിൽ ഒരു ചെറിയ പോർഷൻ്റെ വ്യത്യാസമുള്ളൂ. വളരെ വളരെ അടുത്ത വീടുകളാണ്. കാരണം അച്ഛൻ്റെ വീട് എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തോടെ എപ്പോഴും ആ കുഞ്ഞ് കയറി ഇറങ്ങി നടന്ന ഇടമാണ്. ഈ ചെറിയച്ഛൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഈ കുഞ്ഞ് കിടന്നുറങ്ങിയിരുന്നതും. പലപ്പോഴും ആ വീട്ടിൽ തന്നെയായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അത്തരം ഒരു സ്വാതന്ത്ര്യം ഒക്കെ അത് ഈ നമ്മൾ പറയുമ്പോൾ ആരും സംശയിക്കാത്ത തരത്തിലുള്ള ബന്ധമാണ്. കാരണം ചെറിയ കുഞ്ഞാണ്, 3.5 വയസ്സേ ഉള്ളൂ. ചെറിയച്ഛൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ മകളോടുള്ള അതേ കെയറോട് കൂടി കൺസിഡർ ചെയ്യേണ്ട ആളും അല്ലെങ്കിൽ അതുപോലെ സംരക്ഷിക്കേണ്ട ആളുമാണ്. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും കുഞ്ഞു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് നിർണായകമായ പങ്കില്ലേ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രമല്ല, ഈ അമ്മയുടെ ഫോൺ സൈബർ സെൽ ഫോൺ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഈ പ്രതിയുടെ വീട്ടിലും കുട്ടിയുടെ വീട്ടിലും അല്പം മുമ്പ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. കുട്ടിയുടെ വസ്ത്രവും പ്രതിയുടെ വസ്ത്രവും അവർ ശേഖരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ അമ്മയുടെ ഫോൺ പരിശോധിക്കുന്ന കാര്യം 3:30 മണിക്ക് അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുവന്ന ശേഷം 6 മണിക്കാണ് മൂഴിക്കുളത്തെ പാലത്തിൽ നിന്നും താഴേക്കിടുന്നത്. അത്രയും സമയത്ത് ഈ 2.5 മണിക്കൂറിനുള്ളിൽ ഈ അമ്മ സംസാരിച്ചത് ആരോടൊക്കെയാണ്? ഇത്തരം സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ കാര്യം അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നെന്നോ, അവർ ആ സമയത്ത് അനുഭവിച്ച മാനസിക സംഘർഷം ആരോടെങ്കിലും ഷെയർ ചെയ്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണ സംഘം രൂപീകരിച്ച് സൈബർ സെല്ലിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഈ പുത്തൻകുരിശ് ഡിവൈഎസ്പിയും ആലുവ ഡിവൈഎസ്പിയും ചേർന്നുള്ള സംഘമാണ്. SP ആലുവ റൂറൽ SP M ഹേമലത തന്നെയാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇതിൽ കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്താണ് എന്ന് പോലീസിന് കണ്ടെത്താനാവുക. അതേസമയം ഭർത്താവിൻ്റെ സഹോദരങ്ങളോട് വലിയ അടുപ്പത്തിലായിരുന്നു എന്ന് ഈ അമ്മ മൊഴി നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ തുടർന്നുള്ള ചോദ്യങ്ങളിലേക്കാണ് ഈ കുഞ്ഞിൻ്റെ പീഡന വിവരം വരെ എത്തി നിൽക്കുന്നത് എന്നാണ്. പക്ഷേ ഈ 2 ദിവസവും അമ്മയെ, അതായത് ഈ റിമാൻഡിലാക്കുന്നത് വരെയുള്ള സമയം പോലീസിന് കിട്ടിയിരുന്നു. അത്രയും സമയത്തിനിടയിൽ ഇടയ്ക്ക് മറ്റൊരു കേസിലും ഇല്ലാത്തതുപോലെ തന്നെ SP വരുന്നു, റൂറൽ SP വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു, അവർ വന്ന് ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ DYSP വരുന്നു, അവർ ചോദ്യം ചെയ്യുന്നു. ഇത്തരം, അതായത് ഹയർ ഒഫീഷ്യൽസ് വളരെ പെട്ടെന്ന് ഇടപെട്ട ഒരു കേസ് കൂടിയായിരുന്നു. അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ 2 ദിവസം ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. അതിനുശേഷം വന്നതും തുടർന്നുണ്ടായിട്ടുള്ള ഈ പ്രതിയുടെ അറസ്റ്റും ഒക്കെ അത് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ എറിഞ്ഞു എന്ന് പറയുമ്പോഴും
നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ 3-4 തവണ അമ്മ കുഞ്ഞിനെ മിസ്സിംഗ് കേസായിട്ടാണല്ലോ ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. ആദ്യം ഈ കേസ് നമ്മൾ അറിഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നല്ലോ. ആ മിസ്സിംഗ് കേസിൻ്റെ പിന്നാലെ പോലീസ് പോകുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് മൊഴി മാറ്റി പറയുന്നു. അതിനിടയിൽ മൂഴിക്കുളം പാലത്ത് നിന്ന് കുഞ്ഞിനെ പുഴയിലേക്ക് ഇട്ടു എന്ന് പറയുന്നു. അവിടെ മുതൽ പോലീസ് ഏത് തരത്തിൽ ആക്ട് ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്, അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. കാരണം 4.5 മണിക്കൂർ ആ മൂഴിക്കുളം പാലത്തിൻ്റെ അടിയിൽ നിന്നും കുഞ്ഞിനെ കണ്ടെടുക്കുന്നത് വരെ, ഇപ്പോൾ ഈ കേസ് എത്തി നിൽക്കുന്നത് വരെ. പക്ഷേ അമ്മയുടെ മൊഴിയിൽ വസ്തുതാവിരുദ്ധമായ മൊഴികൾ നേരത്തെ തന്നെ അമ്മ പറഞ്ഞിരുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അതിലെ ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതും. തന്നെയല്ല, ഇന്നലെ രാവിലെയാണ് ഈ പ്രതി ഉൾപ്പെടെ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ അടുത്ത ബന്ധുക്കളായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതി ഇയാൾ തന്നെയാണ് എന്നുള്ള ഉറപ്പിച്ചത്. അമ്മയുടെ അച്ഛൻ്റെ സഹോദരൻ തന്നെയാണ് പ്രതി എന്ന് ഉറപ്പിച്ചത്. അതിനുശേഷം മറ്റ് 2 പേരെ വിടുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷമാണ്. ഈ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം സീക്രട്ടായിട്ട്, അങ്ങേയറ്റം രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് പോലീസ്. ഇത് നമ്മുടെ നാട്ടിൽ ഈ നടന്നൊരു സംഭവം ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു 3.5 വയസ്സുകാരി അനുഭവിച്ച, അതായത് 2 വയസ്സ് മുതൽ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ, സ്വന്തം ബന്ധുവിൽ നിന്നും, അച്ഛൻ്റെ അടുത്ത ബന്ധുവിൽ നിന്നും ക്രൂരമായ ലൈംഗികമായ ചൂഷണത്തിന് ഇരയാകുന്നു. അമ്മ ഒടുവിൽ ആ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം, പോലീസിൻ്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ചെറുമകൻ അറസ്റ്റിൽ. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ചെറുമകൻ അറസ്റ്റിൽ. കണ്ടങ്കാളി സ്വദേശി റിജുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ കാർത്തിയായനി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. അക്രമത്തിൽ കാർത്തിയായനിയുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റിരുന്നു. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, മദ്യലഹരിയിൽ അല്ലെങ്കിൽ കഞ്ചാവ് ലഹരിയിലെ വൃദ്ധമാതാപിതാക്കളെ മക്കൾ കൊലപ്പെടുത്തുന്ന പല വാർത്തകളും പല സംഭവങ്ങളും നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ ചെറുമകൻ വയോധികയെ കൊലപ്പെടുത്തിയ സംഭവം, അത് ഇന്നലെയാണ് ഈ കാർത്തിയായനിയുടെ മരണം സംഭവിക്കുന്നത്. മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ ഈ കൊലപാതകം, അതോ കുടുംബ പ്രശ്നമാണോ ഈ കൊലപാതകത്തിന് കാരണം? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യലഹരിയിൽ തന്നെയാണ് ഈ സംഭവം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങേയറ്റം കണ്ണില്ലാത്ത ക്രൂരത, അതായത് മുത്തശ്ശിയെ ചവിട്ടിയും അതുപോലെ തന്നെ തല ചുമരിലിടിച്ചും കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത് പയ്യന്നൂരിനടുത്ത് മണിയറ എന്ന സ്ഥലത്താണ്. ഈ കാർത്തിയായനി എന്ന് പറയുന്ന 88 വയസ്സുകാരിയായ മുത്തശ്ശിയെ ഈ കൊച്ചുമകൻ തല ചുമരിലിടിച്ചും അതുപോലെ തന്നെ ചവിട്ടിയുമാണ് കൊലപ്പെടുത്തിയത്. ഈ മാസം 11-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി 8:00 കൂടിയാണ് കാർത്തിയായനി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മരണപ്പെടുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ കൊച്ചുമകൻ റിജുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് ഈ കാർത്തിയായനിയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ റിജുവിന്റെ അമ്മയ്ക്ക് ഇത്തരത്തിൽ ഇഷ്ടദാനമായി നൽകിയിരുന്നു. പിന്നീട് ഈ കാർത്തിയായനി ഈ അമ്മയോടൊപ്പം ഈ വീട്ടിലായിരുന്നു താമസം. ഈ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ്, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഈ ബന്ധുക്കൾ ആരും തന്നെ ഈ കാര്യം പുറത്തു പറഞ്ഞിരുന്നില്ല. അതായത് ഇത്തരത്തിൽ വീട്ടിൽ വീണ് പരിക്കേറ്റെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. ഹോം നഴ്സിന്റെ പരാതിയിലാണ് ഏറ്റവും ഒടുവിലായി ഈ സംഭവം പുറത്തു വരുന്നതും. ഹോം നഴ്സിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഹോം നഴ്സിന്റെ മുന്നിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതിക്രൂരമായി കൈ ഒടിയുന്നു, അതുപോലെ തന്നെ കൈയുടെ അതായത് വീട്ടുകാർ ഈ സംഭവം മറച്ചു വെച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, ഈ ഒരു കൊലപാതകത്തില് ഈ യുവാവിന് മാത്രമാണോ പങ്കുള്ളത്? വീട്ടുകാർ അവർക്കെതിരെയും കേസെടുക്കേണ്ടതല്ല. കാരണം ഇത്രയും അധികം ഒരു വയോധികയെ, മുത്തശ്ശിയെ ക്രൂരമായി കൊച്ചുമകൻ കൊലപ്പെടുത്തിയ സംഭവം മറച്ചു വെച്ചെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾക്കെതിരെയും പോലീസിന്റെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ, കേസെടുക്കേണ്ടതല്ലേ?
തീർച്ചയായും റിജുവിന്റെ ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അമ്മയെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് തന്റെ അവസാന കാലത്ത് തന്റെ സ്വത്തുക്കളെല്ലാം മകളുടെ പേരിൽ എഴുതി അവരുടെ വീട്ടിൽ അവസാനമായ നാളുകൾ ചെലവഴിക്കാമെന്ന് കരുതിയ ഒരു മുത്തശ്ശിയാണ്. ആ മുത്തശ്ശിക്കാണ് ഇത്തരത്തിൽ തന്റെ കൊച്ചുമകന്റെ കയ്യിൽ നിന്നുള്ള ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം വന്നത്. ഈ കേസിൽ പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും പോലീസ് ഇന്നലെയാണ് റിജുവിനെ കസ്റ്റഡിയിൽ എടുത്തത് പോലും. അത്ര ഗൗരവത്തിൽ പോലീസ് ഈ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ വാസ്തവം. കാരണം ആദ്യം വധശ്രമത്തിലായിരുന്നു കേസ് എടുത്തിരുന്നെങ്കിലും അറസ്റ്റ് ചെയ്യാനൊന്നും തയ്യാറായിരുന്നില്ല. ഇന്നലെ വൈകിട്ടാണ് റിജുവിനെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തതും പിന്നീട് ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ മറ്റ് ആർക്കൊക്കെ പങ്കുണ്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഇയാളുടെ ഭാര്യ ഇവിടെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതൊക്കെ ഇയാളുടെ ചോദ്യം ചെയ്യലിൽ നിന്നും കൂടുതൽ പോലീസിന് അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്ന ഏറ്റവും പ്രധാനം ടോമെ, ഈ മാതാപിതാക്കൾക്കെതിരെ നടക്കുന്ന ക്രൂരത, അത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് നമ്മൾ കേട്ടത്. സ്വന്തം മകൻ അമ്മയെ അടിച്ചു കൊലപ്പെടുത്തുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മദ്യലഹരിയിലാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനം. മയക്കുമരുന്നും മദ്യവും അത് ഇത്തരം സംഭവങ്ങളിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ റിജുവിനും മദ്യലഹരിയായിരുന്നു, വലിയ തോതിൽ മദ്യലഹരിയിലായിരുന്നു ഈ ആക്രമണം എന്നാണ് പറയുന്നത്. അതിക്രൂരമായാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുത്തശ്ശിയെ, 88 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ ഇത്തരത്തിൽ ചുമരിൽ തലയിടിച്ച് അതുപോലെ തന്നെ വയറ്റിൽ ചവിട്ടിയും ഒക്കെ കൊലപ്പെടുത്താൻ ഏതായാലും ശ്രമിക്കുക എന്നു പറയുന്നത് അത് നമുക്ക് അത്രത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഏതായാലും ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലക്കേറ്റ ക്ഷതമാണ്. ഈ ചുമരിൽ തല അടിച്ചപ്പോൾ ഉണ്ടായ തലക്കേറ്റ ക്ഷതമാണ് ഈ മരണകാരണം എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാലും ഈ റിജുവിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും, വൈദ്യ പരിശോധന നടത്തും, ഒപ്പം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇവരെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നതിൽ നേരത്തെ എന്തെങ്കിലും ഇടപെടൽ ഇവരുടെ ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വേദനാജനകം തന്നെയാണ്. പ്രായമായവരെ അവരുടെ അവസാന നാളുകളിൽ അവരുടെ സ്വത്തും എല്ലാം മക്കൾക്ക് എഴുതി നൽകിയിട്ടും അവരെ ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. വൃദ്ധ മാതാപിതാക്കൾ വീടുകളിൽ അനുഭവിക്കുന്ന നരകയാതനയുടെ ക്രൂരതയുടെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് പുറത്തു വന്നത്. ചെറിയ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് ഈ അമ്മയുടെ വയോധികയുടെ കൊലപാതകത്തിലേക്കും വഴിവെച്ചത്. തിരുവനന്തപുരം മംഗലപുരത്ത് അയൽവാസിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. തോന്നക്കൽ പാട്ടത്തിങ്കര സ്വദേശി താഹയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അയൽവാസിയായ റാഷിദ് താഹയെ ആക്രമിച്ചത്. ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിച്ചു. അക്രമത്തിൽ താഹയുടെ ഭാര്യയ്ക്കും പരിക്കുണ്ട്. റാഷിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താഹയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ പ്രതികാരമായിട്ടാണ് കുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പ്രതി റാഷിദ്? ടോം, പോലീസ് പറയുന്നത് റാഷിദ് നേരത്തെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടിരുന്നില്ല. പക്ഷേ താഹയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന ആവശ്യം, അവിടെയും ചില ഒരു പ്രശ്നം. നേരത്തെ വിവാഹിതയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഈ ഭർത്താവുമായി ജീവിക്കുമ്പോൾ തന്നെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന ആവശ്യമാണ് റാഷിദ് ഉന്നയിച്ചത്. ഇത് പലതവണ പറ്റില്ല എന്ന് പറയുകയും നാട്ടുകാർ അടക്കം റാഷിദിനെ ഇക്കാര്യത്തിൽ ഉപദേശിക്കുകയും ചെയ്തു. റാഷിദ് ആകട്ടെ ഈ നില കുറച്ച് വൈകല്യമുള്ള ആളെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇക്കാര്യം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. ആവർത്തിച്ച കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം. വീട്ടിലേക്ക് എത്തുകയും താഹ വീട്ടിൻ്റെ താഴത്തെ നിലയിലായിരുന്നു. ഈ സമയം റാഷിദ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. തുടർന്ന് താഹയുടെ ഭാര്യ നൂർജഹാൻ ഈ അക്രമം തടയുന്നതിന് വേണ്ടി ശ്രമിച്ചു. നൂർജഹാനെ തള്ളിയിട്ടിട്ട് വീണ്ടും റാഷിദ് താഹയെ കുത്തി. താഹ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറി. പിന്നാലെ എത്തിയ റാഷിദ്
തുടരെ അവിടെ കുത്തുകയായിരുന്നു. കുടൽ പുറത്തു വന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാർ ഈ ബഹളം കേട്ട് ഓടിക്കൂടുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നാട്ടുകാർ റാഷിദിനെ ഓടിച്ച് പിടികൂടുകയായിരുന്നു. ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. 1/2 കിലോമീറ്റർ വ്യത്യാസമാണ് ഇവരുടെ വീടുകൾ തമ്മിലുള്ളത്. ബന്ധുക്കളാണ്. 1 വർഷം മുൻപ് ഇതേ കാര്യം പറഞ്ഞു. അതായത് മകളെ വിവാഹം ചെയ്ത് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റാഷിദ് താഹയുടെ വീട്ടിലേക്ക് വരികയും അവിടെ ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് കേസായിരുന്നില്ല. ഈ വീട്ടുകാർ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് റാഷിദ് വരരുത്, താഹയുടെ വീട്ടിലേക്ക് വരരുതെന്ന് ബന്ധുക്കളടക്കം അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയും അവിടേക്ക് വരുന്ന കാര്യം വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരികയും കത്തിയുമായി എത്തുകയും തുടരെ താഹയെ കുത്തുകയുമായിരുന്നു. 65 വയസ്സ് കഴിഞ്ഞ ആളാണ് താഹ. അദ്ദേഹത്തിൻ്റെ മകളെ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ വിവാഹം ചെയ്ത് നൽകിയതാണ്. മറ്റൊരാളുമായി കഴിയുന്ന ഒരു യുവതിയാണ്. ആ യുവതിയെ കല്യാണം കഴിക്കണം എന്ന ആവശ്യവുമായി എത്തിയാണ് റാഷിദ് ഇത്തരമൊരു അക്രമം കാട്ടിയത്. ടോം, അതാണ് വിനോദ്. കാരണം അങ്ങനെ മറ്റൊരു യുവാവിൻ്റെ ഭാര്യയാണ് ഈ താഹയുടെ മകൾ. എന്നിട്ട് പോലും ആ യുവതിയെ ഈ പ്രതി റാഷിദ് ശല്യം ചെയ്യുന്നു. അങ്ങനെ ഒരു പരാതി ഇതിനു മുൻപ് പോലീസിന് മുൻപാകെ എത്തിയിരുന്നോ? മാത്രമല്ല ഏതെങ്കിലും ലഹരിക്കടിമയോ മറ്റോ ആണോ ഈ പ്രതി റാഷിദ്? അല്ലെങ്കിൽ ഒരു സ്വബോധമുള്ള വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ ചെന്ന് പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുക, പിതാവിനെ ആക്രമിക്കുക, അതിനുള്ള സാധ്യതയുണ്ടോ? ഒരു സൈക്കോ എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് റാഷിദിനെ കുറിച്ച് പറയുന്നത്. നേരത്തെയും ഇങ്ങനെ ഈ അടിപിടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കേസാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കുറച്ച് സാധാരണ മനുഷ്യർ പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്ന ആൾ എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. കുറച്ച് മനോനിലയ്ക്ക് പ്രശ്നമുണ്ട്, അക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കുറ്റവാളി ഈ കുറ്റം ചെയ്യുമ്പോൾ അത് നേരത്തെ തന്നെ താഹയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യമാണ്. ഒരാളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം. കാരണം 1 വർഷം മുൻപ് ഇതേ കാര്യം പറഞ്ഞ് താഹയെ മർദ്ദിക്കുന്നു, വീട് കയറി മർദ്ദിക്കുന്നു. അതേ ആളിനെ തന്നെ വീണ്ടും 1 വർഷത്തിന് ശേഷം കൊല്ലുകയാണ്. അത് ആയുധവുമായി എത്തി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. റാഷിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിച്ചു. പോലീസ് നൽകുന്നത് താഹയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറിയാണ് റാഷിദിൻ്റെ വീട്. അവിടെ എത്തുമ്പോൾ റാഷിദിൻ്റെ ഉമ്മയുണ്ട്. റാഷിദിൻ്റെ ഉമ്മ പ്രായം ചെന്ന ആളാണ്. അതുപോലെ തന്നെ റാഷിദിൻ്റെ വാപ്പയും ആ തരത്തിൽ മറ്റ് ജോലിക്കൊന്നും പോകാത്ത ആളാണ്. അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ള ആളാണ്. വീട്ടിൽ തുടരുന്നുണ്ട്. ഒരു സഹോദരനുള്ളത് വിദേശത്താണ്. റാഷിദ് ആകട്ടെ മറ്റ് ജോലിക്കൊന്നും പോകുന്നില്ല. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. പക്ഷേ റാഷിദ് ഇങ്ങനെ പലപ്പോഴും ആളുകളോട് അക്രമാസക്തനായി പെരുമാറുന്ന രീതിയുണ്ട്. താഹയെ തന്നെ നേരത്തെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരികയും താഹയെ കുത്തുകയുമായിരുന്നു. ഒരു കാര്യമായ മറ്റെന്തെങ്കിലും ഒരു പ്രകോപനമില്ല. നേരത്തെ ഉന്നയിച്ച കാര്യം തന്നെയാണ്, മകളെ വിവാഹം ചെയ്തു നൽകണം, ഈ വിവാഹിതയായ മകളെ വിവാഹം കഴിക്കണം എന്ന ഒരു വിചിത്രമായ ആവശ്യമാണ് പ്രതി ഉന്നയിച്ചത്. തുടർന്ന് താഴത്തെ നിലയിൽ വെച്ച് 2 പ്രാവശ്യം ശരീരത്തിൽ കുത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർജഹാൻ ഇടയിൽ കയറി അത് ആക്രമം തടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരെ നിലത്ത് തള്ളിയിട്ട ശേഷം വീണ്ടും ആക്രമിക്കുകയാണ്. ആ സമയത്താണ് താഹ മുകൾ നിലയിലേക്ക് ഓടിക്കയറുന്നത്. ഈ കുത്തുകൊണ്ട് ശേഷമാണ് അദ്ദേഹം ജീവൻ രക്ഷിക്കാൻ ആയി മറ്റൊരു സ്ഥലത്തേക്ക് ഓടി മാറുന്നത്. പക്ഷേ പിന്നാലെ എത്തി പ്രതി വീണ്ടും ആക്രമിക്കുകയായിരുന്നു. ഈ ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടുമ്പോഴേക്കും കുടൽമാല പുറത്തു വന്ന നിലയിലാണ് താഹ ഉണ്ടായിരുന്നത്. പിന്നീട് താഹയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സമയത്ത് തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും റാഷിദിനെ പരിസരത്തു നിന്ന് തന്നെ ഓടിച്ചിട്ട് പിടിക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയുമായിരുന്നു. നേരത്തെ ഏതെങ്കിലും ഈ തരത്തിലുള്ള ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല എന്നതിൻ്റെ പേരിലാണ്, വൈരാഗ്യത്തിൻ്റെ പേരിലാണ് വയോധികനെ തിരുവനന്തപുരത്ത് യുവാവ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. ആലപ്പുഴ രാമങ്കരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പരിശോധിക്കാൻ ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴ രാമങ്കരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. വേഴപ്ര സ്വദേശിനി മതിമുളന്ന വിദ്യയാണ് കൊല്ലപ്പെട്ടത്.
ഭർത്താവ് വിനോദിനെ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. രണ്ട് വ്യക്തികളെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒന്ന് ഈ മരിച്ച പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ 2-ാം വാർഡിലെ രാമങ്കരി പഞ്ചായത്തിലെ 2-ാം വാർഡിലെ കുടുംബാംഗമാണ്. ഈ മരിച്ച പെൺകുട്ടി എനിക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാം. അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും എനിക്കറിയാം. അങ്ങനെ ഒരു ദുഷ്ട സ്വഭാവമുള്ളതായിട്ട് നമുക്കറിയില്ല. മറ്റൊന്ന് ഭർത്താവ് എന്ന് പറയുന്ന വിനോദ് എന്ന് പറയുന്ന ഭർത്താവ്, അവനും അദ്ദേഹവും ഈ മദ്യപിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടാക്കുന്ന ഒരു രീതിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ പെട്ടെന്നുണ്ടായ ഇവിടെ അന്വേഷിച്ച രീതി പെട്ടെന്നുണ്ടായ ഒരു യാത്രയും കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലും കൂടി ഒരു ഭക്തർക്കും ഉണ്ടായി ഒരു അക്രമം നടത്തുകയാണെന്നുള്ളതാണ് എനിക്കിവിടെ അറിവ് കിട്ടിയത്. ഈ പരിസരത്തെല്ലാം അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ ഒരു കുടുംബ വഴക്കായിട്ട് നടക്കുന്നതായിട്ടൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഇവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇരുവരും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളുള്ളതായി നാട്ടുകാർക്ക് ആർക്കും അറിവില്ല. ഇയാളൊരു മദ്യപാനിയല്ല, പെട്ടെന്നുള്ളൊരു പ്രകോപനം, അത് ഈ സംശയം തന്നെയാണ്, ഭാര്യയിലുള്ള സംശയം തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ടോമ, രാമങ്കരി സ്വദേശിനിയായ വിദ്യ എന്ന് വിളിക്കുന്ന മതിമോളാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് ഈ സംഭവം ഉണ്ടായത്. മതിമോള് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. തിരിച്ച് രാത്രി 10:30-ഓടെ കൂടിയാണ് എത്തിയത്. ഈ യാത്രയുടെ ഇടവേളയിൽ ഒരിക്കൽ ഈ ഭർത്താവ് വിനോദ് ഇവരുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. വിളിച്ച ഘട്ടത്തിൽ ഓട്ടോറിക്ഷ ഇവർ സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു. പക്ഷെ കോള് ഡിസ്കണക്ട് ആയിരുന്നില്ല. തുടർന്ന് ഇവർ തമ്മിലുള്ള, അതായത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും മതിമോളും തമ്മിലുണ്ടായിരുന്ന സംഭാഷണം ഇയാൾ കേട്ടു എന്നാണ് പറഞ്ഞത്. അതിന്റെ ഒരു പ്രകോപനത്തിൽ, അതായത് ഇയാൾ പോലീസിനോട് ചതി എന്നുള്ള രീതിയിലാണ് ആ രീതിയിലാണ് മൊഴിയിൽ പറഞ്ഞതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ അത്തരമൊരു സംശയം ഇയാൾക്ക് ഉടലെടുത്തിരുന്നു. അതിന്റെ ഒരു പകയിലാണ് കാത്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വീട്ടിലേക്കെത്തി ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഭാര്യയെ ഇയാൾ കുത്തുകയായിരുന്നു. കത്തി ഉപയോഗിച്ച് ആദ്യം നെഞ്ചിലും പിന്നീട് വയറിലും കുത്തി. അവര് പുറത്തേക്ക് ഇറങ്ങി ഓടി മുറ്റത്ത് വീണെങ്കിലും ആരും രക്ഷിക്കാൻ പോലും അടുത്തെത്താനായി കഴിയാത്ത രീതിയിൽ ഈ ഭർത്താവ് വിനോദ് കത്തിയുമായി പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇയാളെ പോലീസ് കൊണ്ടുപോയി. രാമങ്കരി പോലീസ് സ്ഥലത്തെത്തിയാണ് മൃതദേഹം ആശുപത്രിയിലടക്കം മാറ്റുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഇവർ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പോലീസിന് ഇവർ നൽകിയിട്ടുള്ള ഒരു മൊഴി ഇത് തന്നെയാണ്. അതായത് ഈ ഭാര്യമായുള്ള ഒരു അവിശ്വാസം, ഭാര്യയോടുള്ള ഒരു അവിശ്വാസവും ആ രീതിയിൽ തന്നോട് പ്രവർത്തിച്ചത് കൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളതെന്നാണ്. പക്ഷേ ഇവർ തമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കേട്ട രാമങ്കരി പഞ്ചായത്ത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ടെന്നൊരു സംശയം, അത് ഈ ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് പ്രതി പോലീസിനോടും പറഞ്ഞത്. അങ്ങനെ പകരത്തിന് പകരം ചതിക്ക് ചതി എന്ന രീതിയിൽ താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇവർക്ക് മക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുക്കളോ വീട്ടിലുണ്ടായിരുന്ന സമയത്താണോ ഈ ക്രൂരകൃത്യം നടന്നത്? ശരണ്യ, ബന്ധുക്കളുണ്ട്. ഇവർക്ക് 2 മക്കളുണ്ട്. ഈ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് സ്ഥിരീകരണം ആയിട്ടില്ല. പക്ഷേ ഈ അയൽപ്പക്കത്തൊക്കെ ഉള്ള ആളുകൾ നിൽക്കുമ്പോൾ ഈ സംഭവം, ഈ കരച്ചിലും ബഹളവും കേട്ട് അവരൊക്കെ എത്തിയിരുന്നു. പക്ഷെ ആർക്കും അടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇയാൾ അക്രമാസക്തനായി അവിടെ നിന്നിരുന്നു എന്നുള്ളതാണ്. അത്ര പ്രകോപനം ഇയാൾക്ക്, അത്ര പക, അത് ഈ ആൾ മരണപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അത് ചെയ്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം രക്ഷിക്കാനായ ആരും അടുത്തെത്തി കൊണ്ടുപോകാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ പ്രകോപനത്തോടെ ഇയാൾ കത്തിയുമായി അവിടെ നിന്നു എന്നുള്ളതാണ് അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഭയന്നിട്ട് അടുക്കാതിരുന്നതും പോലീസ് വരുന്നതുവരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവർ തമ്മിൽ അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായി നമ്മൾക്കറിയില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. നാട്ടുകാർ അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇയാൾക്ക് ഇവരെ സംശയമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരമൊരു സംശയരോഗത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ളത് തന്നെയാണ്. അത്തരം അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് വിനോദിന്റെ ഭാഗത്തു നിന്ന് രാമങ്കരി പോലീസിന് ലഭ്യമായിട്ടുള്ളത്.
തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സംഭവം നടന്ന്, അതായത് ഈ യുവതി ആത്മഹത്യ ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാത്തത് പോലീസിൻ്റെ, നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ വീഴ്ച തന്നെയാണ്. പ്രതി സുഗാന്ത് സുരേഷിനെ ഇതുവരെയും പിടികൂടാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നു. പ്രതിക്ക് ആരുടെയെങ്കിലും സംരക്ഷണമുണ്ടോ എന്ന് കോടതി പോലീസിനോട് ചോദിച്ചു. പ്രതി ഒളിവിലാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ചോദിച്ചത്. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. അതുവരെയും അറസ്റ്റ് പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഒരു മാസമൊക്കെ പിന്നിടുന്നു ഈ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തിട്ട്. അതിനിടെ ഒളിവിൽ പോയ സുഗാന്തിൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം പോലീസിൽ കീഴടങ്ങിയിരുന്നു. പക്ഷേ ഇതുവരെയും സുഗാന്ത് എവിടെയുണ്ട്, ഈ IB ഉദ്യോഗസ്ഥന് എവിടെയുണ്ടെന്ന ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഇന്ന് പോലീസ് എന്താണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്? ടോം, ഇതിൽ താൻ നിരപരാധിയാണെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഹർജി പരിഗണിച്ച കോടതി പ്രധാനമായും ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രതിയെ ഇതുവരേക്കും അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. കാരണം ഒരു മാസം പിന്നിടുന്നു ഈ സുഗാന്ത് ഒളിവിൽ പോയിട്ട്. കേരള പോലീസിന് എന്തുകൊണ്ട് സുഗാന്തിനെ പോലുള്ള ഒരു IB ഉദ്യോഗസ്ഥനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ആരുടെയെങ്കിലും സഹായം പ്രതിക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുകൂടി കോടതി ആരായുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണ്, ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് സുഗാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പോലീസിന് സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തത് എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് തന്നെ ഒരു സംശയം കോടതിയും പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്തായാലും തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. തിങ്കളാഴ്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും. തിങ്കളാഴ്ചയായിരിക്കും ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. എന്തായാലും ഇതിൽ താൻ നിരപരാധിയാണ്, മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു സുഗാന്ത് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രതി നിരന്തരം പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുണ്ട്, സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ വലിയ തുക പെൺകുട്ടിയിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കൊടുവിലാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായി കോടതി ഈ വാദം കേട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. അതിലായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. എന്തായാലും കോടതിയിൽ സർക്കാർ ഈ പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് പ്രതി ഒളിവിലാണ്, പ്രതിക്കായുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഒളിവിലാണ്, എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനിടയിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ പ്രതി സമീപിക്കുകയും ചെയ്തത്. എല്ലാവിധത്തിലുള്ള തെളിവുകളും പ്രതിക്കെതിരെ ശേഖരിക്കുകയും ഈ പ്രതിയെ സുഗാന്തിനെതിരെ IB നടപടി സ്വീകരിച്ചിരുന്നു, ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇയാൾക്ക് ഒളിവിൽ പോകാനായിട്ട് ആരുടെയെങ്കിലും ഉന്നതരുടെയും IB ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പോലീസിൻ്റെയോ സഹായം ലഭിച്ചിരുന്നു? കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു സൂചനയും ലഭിക്കാത്തത് ഒന്ന് നമ്മുടെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയേണ്ടി വരും. പോലീസിൻ്റെ സഹായം ഇയാൾക്ക് ഒളിവിൽ പോയാൻ ലഭിച്ചു കാണുമോ? മാത്രമല്ല ഇയാൾ രാജ്യത്തുണ്ടോ അതോ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വേണ്ട വിധത്തിലുള്ള പ്രതി രാജ്യം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. കേരളത്തിനകത്ത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും പ്രതി എന്നൊരു നിഗമനത്തിലാണ് പോലീസും എത്തി നിൽക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഗാന്തിനെ പോലുള്ള ഒരു ക്രിമിനൽ കുറ്റമുള്ള അല്ലെങ്കിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ IB ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ച് എവിടെയെങ്കിലും ഒളിവിൽ കഴിയാൻ അല്ലെങ്കിൽ പോലീസിന് പ്രതിയെ ഉടനെ പിടികൂടേണ്ട കോടതിയുടെ ഒരു തീരുമാനം വന്നതിന് ശേഷം പിടികൂടിയാൽ മതിയോ എന്നൊരു നീക്കത്തിലേക്കാണോ പോലീസും എത്തി നിൽക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം ടോം, ഇത്തരത്തിൽ ബലാത്സംഗ കുറ്റത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിൽ അല്പം സ്വാധീനമുള്ള വ്യക്തികളെ പിടികൂടുമ്പോൾ പലപ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു നിസ്സഹകരണം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് പോലീസ് പലപ്പോഴും കടക്കുന്നത്. അതിന് കാരണം ഈ പ്രതിയുടെ സ്വാധീനം തന്നെ ആയിരിക്കും. പോലീസിന്മേൽ ഏതെങ്കിലും വിധത്തിലുള്ള
സമ്മർദ്ദമുണ്ടോ എന്ന് നമ്മളിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം 1.5 മാസത്തോളമായി, 1 മാസം കഴിയുന്നു ഇതുപോലൊരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നയിച്ച ഒരു കേസിലെ പ്രതിയെ എന്തുകൊണ്ട് കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതിൽ കൃത്യമായി ഈ പ്രതിക്ക് ഒരു സ്വാധീനം, സമൂഹത്തിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ ചില പ്രതിയെ പിടികൂടണ്ട എന്ന തരത്തിലുള്ള സമ്മർദ്ദം പോലീസിന്മേൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് കോടതിയും ചോദിച്ചത്. എന്തുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം പ്രതിക്കുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് കോടതിയും ചോദിക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് നൽകുന്ന വിശദീകരണം, പ്രതിക്കായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച നമുക്ക് ഇതിലൊരു വിധി അറിയാൻ സാധിക്കും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിലാണ് പ്രതി സുഗാന്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. പ്രതിക്ക് രക്ഷപ്പെടാനായി ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നുവെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊടുവള്ളിയിൽ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി. കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെയാണ് കണ്ടെത്തിയത്. കാണാതായി 5-ാം ദിവസമാണ് യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. മൈസൂരിൽ നിന്നും അനൂസ് റോഷനെ ഒറ്റയ്ക്ക് ടാക്സിയിൽ കയറ്റിവിട്ട് കൊണ്ടോട്ടിയിൽ ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് വിവരം. യുവാവിനെ എത്തിച്ച കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവർ കസ്റ്റഡിയിലുണ്ട്. കേസിലെ പ്രതികൾക്കായി പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അനൂസ് റോഷനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു. പോലീസ് സംഘം അവിടെ എത്തി. പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ, റിസോർട്ടുകളിലൊക്കെ പോലീസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. വാഹനത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികൾ പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇന്റർഫിയർ ചെയ്തിട്ടാണ് അനൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 5 ദിവസം ഈ അനൂസ് റോഷനെ കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇയാളെ കണ്ടെത്തിയിരിക്കും. ആരാണ് തട്ടിക്കൊണ്ടുപോയത്? എന്താണ് ഇതിന്റെ കാരണം? ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. ഈ പ്രതി, അതായത് ഈ അനൂസ് റോഷനെ വിശദമായി തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കും. പിന്നീടാണ് കുടുംബത്തിനൊപ്പം വിട്ടയക്കുക. എന്തായാലും ഈ അനൂസ് റോഷന്റെ മൊഴിയിൽ ഈ കാര്യങ്ങൾക്ക് എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ ഉണ്ടായ കാരണം, അവർ ശാരീരികമായ പീഡനങ്ങൾ ഏൽപ്പിച്ചിരുന്നു, മറ്റെന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഒപ്പം സഹോദരൻ അജ്മൽ എവിടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായ കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിനുശേഷമാവും പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക. എന്തായാലും ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനൂസ് റോഷനെ കിട്ടിയിരിക്കുന്നത്. ഇവർ ഈ കർണാടക കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും ഷിമോഗ, മൈസൂർ മേഖലകളിൽ ഉണ്ട് എന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഇന്നലെ കസ്റ്റഡി എടുത്ത 2 ആളുകൾ കൊണ്ടോട്ടി സ്വദേശികളായ റംഷീദ്, സിലിൽ, മുഹമ്മദ് റിസ്വാൻ എന്നിവരെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് നിർണായകമായ വിവരം ലഭിച്ചത്. ഇവർ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തില്ല എങ്കിലും നേരത്തെ ഈ അനൂസ് റോഷന്റെ വീട്ടിലെത്തുകയും ബൈക്കിൽ വീട്ടിലെത്തി അവിടെ ആളുകളുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ആരൊക്കെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ മറ്റ് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുള്ള ആളുകൾക്ക് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് ഈ സംഘവും പ്രധാനപ്പെട്ട തട്ടിക്കൊണ്ടുപോകൽ സംഘവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും മൈസൂരാണ് ഇവരുടെ ഫോൺ ലൊക്കേഷൻ എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് മൈസൂരിൽ കേന്ദ്രീകരിച്ച് ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തുകയായിരുന്നു. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ലോഡ്ജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ലുക്കൌട്ട് നോട്ടീസ് എത്തിക്കുകയും ഈ വാഹനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിടിക്കപ്പെടും എന്നൊരു ഘട്ടത്തിലേക്ക് ആയതുകൂടിയാണ് പ്രതികൾ ഈ അനൂസ് റോഷനുമായി. അനീഷ്, നേരത്തെ തന്നെ ഈ അനൂസ് റോഷന്റെ സഹോദരനുമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളാണ്, സാമ്പത്തിക തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്ന് ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണോ ഇതിന് കാരണമായി പറയപ്പെടുന്നത്? ഈ തിരികെ എത്തിയ അനൂസ് റോഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചോ? ഇതിന്റെ കാരണം ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ യുവാവ്?
അത്തരം വിശദാംശങ്ങളൊന്നും യുവാവ് നൽകിയിട്ടില്ല. കാരണം ഈ പോലീസ് മോങ്ങം എന്ന കൊണ്ടോടിക്കടുത്തുള്ള മോങ്ങം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസിന് ഈ അനൂസ് റോഷനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുശേഷം വൈദ്യപരിശോധനയും മറ്റുമൊക്കെ പൂർത്തിയാക്കി കൊടുവള്ളി പോലീസ് സ്റ്റേഷനാണ് ഉള്ളത്. വിശദമായി തന്നെ പോലീസ് ഇക്കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം കൃത്യമായൊരു വ്യക്തത ഇക്കാര്യത്തിൽ നൽകും. പക്ഷേ വിദേശത്ത് ജോലി നോക്കിയിരുന്ന ഈ അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ ഏതാണ്ട് ഒരു മാസം മുമ്പൊക്കെ നാട്ടിലെത്തിയതായി വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇതുവരെ വീട്ടിലേക്ക് എത്തില്ല. ഈ അനൂസ് റോഷനെ തിരിച്ച് എത്തിയപ്പോഴും അല്ലെങ്കിൽ പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമ്പോഴും അജ്മലിനെ കുറിച്ച് വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. അനൂസിനും ഈ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനി അജ്മലിന്റെ തിരോധാനം, അജ്മൽ എവിടെയാണ്, അജ്മലും ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുള്ളവരും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ കള്ളപ്പണ ഇടപാടുകളാണോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കടം വാങ്ങിയ ശേഷം നൽകാതിരുന്നതാണോ, മറ്റെങ്കിലും ദുരൂഹത ഈ കൃത്യത്തിന് പിന്നിലുണ്ടെന്ന് അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഒരുപക്ഷെ അനൂസിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അനൂസിനും ഈ അജ്മലിനെ കുറിച്ച് വിവരമില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടി വരും. ഇവർ തന്നെ, ഈ സംഘം തന്നെയാണോ ഈ അജ്മലിനെ കൊണ്ടുപോയത്, അജ്മലിന് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞിട്ടുണ്ടോ, അത്തരത്തിലുള്ള വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടിവരും. എന്തായാലും വലിയ സമ്മർദ്ദം പോലീസിന്റെ ഭാഗത്തുനിന്ന് ചുരുക്കിയതിന്റെ ഭാഗമായാണ് മൈസൂരിൽ നിന്നും കേരളത്തിലേക്ക് ഈ പ്രതികൾ ഈ അനൂസുമായി വരികയും പാലക്കാട്ട് വെച്ച് പ്രതികൾ ഇറങ്ങി രക്ഷപ്പെടുകയും പിന്നീട് അവിടെ നിന്നും അതേ ടാക്സിയിൽ തന്നെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് ഈ അനൂസിനെ അയക്കുകയും ചെയ്തെന്ന് പറയുന്നു. എന്തായാലും മൊബൈൽ ഫോൺ ടവർക്ക് കേന്ദ്രീകരിച്ച് ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നുണ്ട്. പലയിടങ്ങളിലെയും CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ പോലീസ് ഇവരുടെ ഒരു സഞ്ചാരപഥം കണ്ടെത്തുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നും കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ 5-ാം ദിവസമാണ് തട്ടിക്കൊണ്ടുപോയ സംഘം വിട്ടയച്ചിരിക്കുന്നത്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡീബാർ ചെയ്തു. ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട്. പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെയും നടപടിയുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കണ്ണൂർ കുപ്പത്തും പ്രശ്നങ്ങളുള്ളതായി ദേശീയപാത അതോറിറ്റി സമ്മതിച്ചു. DPRൽ അപാകതകളുണ്ട്, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. I am the resident engineer from the independent engineer side. What are the measures you are going to implement here? Sir, already you have seen some channelization we have done for the water. We are protecting with the soil bag. Okay. So the further all the houses will be get protected from the heavy water. Okay. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water. Okay. So that further no such heavy water should come to this location. Is there any option to prevent the soil erosion and water? No, soil protection we are doing. There is no such problem. Design is there, that will not collapse. The thing is, we have to take time. And with the time, it will be get it done. Proper way, it will get done. 27th is the deadline. Deadline for the monsoon, not for our job. We are doing our job. You have also seen from the last 2-3 days, we are working very seriously here. Okay, so we have made the protection for the house people. First, they should get out of problems. Will you get complete it before 27? I'll try my level best to complete. But main thing, diversion we have made already. So that is temporary measurement we have already taken. That is over. Okay, means further some modifications we are doing. So that if any major water will come, it will go smoothly, flow smoothly. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി സജിത്ത്, ഈ ഒരു സംഭവം ഉണ്ടായി, ഈ ദേശീയപാത ഇടിഞ്ഞതാണ്, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും
അതായത് കേന്ദ്ര സർക്കാരോ ദേശീയപാത അതോറിറ്റിയോ സംസ്ഥാന സർക്കാരോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന ആക്ഷേപമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇവിടെ ഇപ്പോൾ കരാറുകാരനെതിരെയും ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ നടപടി? എന്താണ് ദേശീയപാത അധികൃതർ വ്യക്തമാക്കുന്നത്? കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെതാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ ഒരു കർശന നീക്കം തന്നെ NHAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യത്തിൽ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മന്ത്രി മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴുണ്ടായ നടപടികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയുണ്ട്. ഇതിൽ ഒപ്പം തന്നെ 2 സ്ഥാപനങ്ങൾക്കെതിരായ നടപടിയുമുണ്ട്. ഈ 2 നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ പദ്ധതിയുടെ കരാറുകാരനായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇനി മുതൽ NHAയുടെ ഒരു പ്രവർത്തനങ്ങളും അവർക്ക് ഏറ്റെടുക്കാനാവില്ല, അവർക്ക് ടെൻഡർ സമർപ്പിക്കാനാവില്ല എന്നതാണ് ഇതിലൂടെ കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പദ്ധതിയുടെ പ്രോജക്റ്റ് കൺസൾട്ടൻ്റായി പ്രവർത്തിച്ച ഒരു കമ്പനി കൂടിയുണ്ട്. ആ കമ്പനിക്കെതിരെ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് എന്ന കമ്പനിക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു. ഈ തരത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ പ്രോജക്റ്റിൻ്റെ എഞ്ചിനീയർക്കെതിരെയും ഒപ്പം തന്നെ മറ്റൊരാൾക്കെതിരെയും കൂടി നടപടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം. എന്തായാലും ഈ വീഴ്ചകൾ അംഗീകരിക്കുന്നു എന്നതാണ് NHAയുടെ ഇന്നത്തെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. അവിടെ വീഴ്ചയുണ്ടായി എന്ന കാര്യം വ്യക്തമായിരുന്നു. ഇന്നലെ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ NHA ചുമതലപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥർ അവിടെ പരിശോധിച്ച് മണ്ണിൽ ഘടനയിലുണ്ടായ മാറ്റമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് വിലയിരുത്തി. പക്ഷേ അതിനനുസരിച്ച് DPR മാറ്റുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇല്ലാതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി എന്നതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഈ നടപടിക്ക് പുറമെ മറ്റ് 2 നീക്കങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡൽഹി IITയിലെ ഡോക്ടർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അവിടെ സന്ദർശിക്കാനും ഒപ്പം അത് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പഠനം നടത്താനും നിയോഗിച്ചിട്ടുണ്ട്. അതൊരു നിർണായക നീക്കമാണ്. നാളെ ഒരുപക്ഷേ ഈ സംഘത്തിൻ്റെ പരിശോധന ആ മേഖലയിൽ നടക്കാനാണ് സാധ്യത. എന്തായാലും ദേശീയപാതയിൽ ഉണ്ടായ ഈ തകരാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദമുണ്ടായിരുന്നു. ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല എന്ന പ്രതിസന്ധി കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നത്. നിതിൻ ഗഡ്കരി തനിക്ക് നടപടി ഉറപ്പ് നൽകിയിരുന്നു എന്നതാണ് മന്ത്രി MP കൂടിയായ MP നേരത്തെ മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കമ്പനിയെ ഡിബാർ ചെയ്യുന്നു. ഒപ്പം തന്നെ 2 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയും എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ മലപ്പുറത്തെ സംഭവത്തിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന കുപ്പത്തും ഉണ്ടായ ദേശീയപാതയിൽ ഉണ്ടായ വിള്ളലിലും നിർമ്മാണത്തിലെ പിഴവ് എന്ന കാര്യം NHA അംഗീകരിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായും അങ്ങനെ വലിയ ആശങ്കയിലാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. മാത്രമല്ല ഇവിടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാരനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.